വറഹ്മത്തുള്ളാഹി. മഹൽ സോഫ്റ്റ്വെയറിൽ ഫീ എങ്ങനെ കൺഫിഗർ ചെയ്യാൻ നോക്കാം ഈ വീഡിയോയിൽ. ഫീ എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർക്ക് നമ്മൾ ഫീ ആഡ് ആക്കുമല്ലേ. ഇപ്പോൾ മന്ത്ലി, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, ഒരു മെയിൻ മെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു മെമ്പർ ടൈപ്പ് ഉണ്ടാവും. ആ മെമ്പർക്ക് മന്ത്ലി 200 റുപ്പീസ് ഉണ്ടാവും. ഓക്കെ, സോ ചില ജമാഅത്തിൽ എന്തുണ്ടാവും, 2 ടൈപ്പ് മെമ്പർ ടൈപ്സ് ഉണ്ടാവും. ഫുൾ മെമ്പർ, ഹാഫ് മെമ്പർ, ഇങ്ങനെയല്ലോ. അപ്പോൾ ഫുൾ മെമ്പറിന് ഒരു 200 ഉണ്ടാവും, ഹാഫ് മെമ്പറിന് 100 റുപ്പീസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് ബൾക്കായിട്ട് ആഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നൊന്ന്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എവറി മന്തിൻ്റെ ഫസ്റ്റ് ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ മെമ്പർ പ്രൊഫൈലിക്കും ഈ ഫീ ആഡ് ആവും ആ പെർട്ടിക്കുലർ മെമ്പറിന്. ഇപ്പോൾ ഫുൾ മെമ്പർ ആണെങ്കിൽ, എക്സാമ്പിൾ ഫുൾ മെമ്പറിന് 200 റുപ്പീസ് ആണെങ്കിൽ, ആ ഫുൾ മെമ്പർ ആരെല്ലാം ഉണ്ട് അവർക്കെല്ലാവർക്കും ഇപ്പോൾ മന്ത്ലി ഫീ ആണെങ്കിൽ 200 റുപ്പീസ് ആണെങ്കിൽ, പെർ മന്ത് 200 റുപ്പീസ് ഫീ ആണെങ്കിൽ എല്ലാ മെമ്പർക്കും എന്താവും, 200 മന്തിൻ്റെ ഫസ്റ്റ് ഡേറ്റ് അവരുടെ അക്കൗണ്ടിൽ 200 ഫീ ആഡ് ആയിട്ടുണ്ടാവും. അത് ഓട്ടോമാറ്റിക് ആഡ് ആവും. ഓക്കെ, മാനുവലായിട്ട് ആഡ് ആക്കേണ്ട ഓപ്ഷനും ഉണ്ട്, സിംഗിൾ ഇൻഡിവിജ്വലായിട്ട് ആഡ് ആക്കേണ്ട ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ മാനുവലായിട്ട് നമുക്ക് ആഡ് ആക്കി നോക്കാം. ഇപ്പോൾ ഏതെല്ലാം മെമ്പർ ടൈപ്പ് ഉണ്ട് നോക്കണമെങ്കിൽ, ജസ്റ്റ് ഇപ്പോൾ മെയിൻ മെമ്പർ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ടാവും. എക്സാമ്പിൾ ഇത് മെയിൻ മെമ്പർ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചില മെമ്പറിന് എന്താക്കുക, ഹാഫ് മെമ്പറോ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2-3 ടൈപ്പ് ഫീ ആഡ് ആക്കി നോക്കാം. ഓക്കെ, ഹാഫ് മെമ്പർക്ക് എത്ര, 100 റുപ്പീസ് ഇടാം മെമ്പർ ടൈപ്പ് ഫീ, രജിസ്റ്റർ. നമുക്ക് ചില മെമ്പേഴ്സിന് എന്തൊക്കെ ഹാഫ് മെമ്പറിലേക്ക് ആഡ് ആക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ കുറച്ച് ഇബ്രാഹിം, മെമ്പർ ടൈപ്പ് ഇത് മെയിൻ മെമ്പർ ഉണ്ട്, നമുക്ക് എന്തൊക്കെ ഹാഫ് മെമ്പർ അല്ലെങ്കിൽ മെമ്പർ ടൈപ്പ് 100. ഇതെല്ലാം ജസ്റ്റ് ഫീ നെയിംസ് കേട്ടോ. ഈ നെയിംസൊക്കെ നിങ്ങൾ എന്ത് ഫീ ആണ് കോൺഫിഗർ ചെയ്തതിന് ആ ഫീ ആഡ് ആവും. ഇപ്പോൾ ഞാനിപ്പോൾ ഹാഫ് മെമ്പർ 100 റുപ്പീസ് കൊടുത്തിനല്ലേ. അപ്പോൾ ഈ ഹാഫ് മെമ്പർ സെലക്ട് ആക്കുക ഈ മെമ്പറിന്. അപ്പോൾ ആ മെമ്പർ ഏത് കാറ്റഗറിക്ക് വന്ന് 100 റുപ്പീസിൻ്റെ പെർ മന്ത് 100 റുപ്പീസ് ഇവർക്ക് അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനിയൊരു മെമ്പറിനും കൂടി എന്തൊക്കെ നമുക്ക് 100 റുപ്പീസ്ക്ക് പോകാം. ഓഫ് മെമ്പർ. ഓക്കെ, സോ ഇപ്പോൾ നമ്മളെ സോഫ്റ്റ്വെയറിൽ 2 മെമ്പർ ടൈപ്പ് ഉണ്ട്. ഒന്ന് മെയിൻ മെമ്പർ, ഇതേടെ ഇപ്പോൾ ഹാഫ് മെമ്പർ ആരെല്ലാം 2 മെമ്പേഴ്സ്, മെയിൻ മെമ്പർ, ബാക്കിയുള്ള മെയിൻ മെമ്പേഴ്സ് 23 മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഈ മെമ്പേഴ്സിന് ഇപ്പോൾ നമ്മൾ എവറി മന്ത്, ഇപ്പോൾ മന്ത്ലി ഫീ ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ ജമാഅത്തിൽ മന്ത്ലി മെയിൻ മെമ്പർക്ക് 200 റുപ്പീസ് ഫീ, ഹാഫ് മെമ്പർക്ക് മന്ത്ലി 100 റുപ്പീസാണ് ഫീ. അപ്പോൾ ഈ 200 റുപ്പീസ് എന്താണ്, എല്ലാ മെമ്പർക്കും ആ ഫീ ആഡാണ്. അതിന് ബൾക്കായിട്ട് ആഡ് ആക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ആഡ് ഫീ ടു മെമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ആക്കിയെങ്കിൽ ഇങ്ങനെ വരും, ഒരു ഫീ ആഡ് ആക്കാൻ, ബൾക്കായിട്ട് ആഡ് ആക്കാൻ. ഇത് ഓട്ടോമാറ്റിക് കോൺഫിഗർ ഓപ്ഷൻ ഉണ്ട്, മാനുവലായിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാൻ മാനുവലായിട്ട് കാണിക്കുന്നത്, ഡൊണേഷൻ പോയിട്ട് ഇത് കന്നഡത്തിലുണ്ട്, നമുക്ക് ഇത് കൊടുക്കുക. ഒരു മന്ത്ലി ഫീൻ്റെ പേരെന്ന് വെച്ചോളൂ അത്. ഓക്കെ, മന്ത്ലി ഫീ 200 റുപ്പീസ്, ഫസ്റ്റ് ഡേറ്റ് കൊടുക്കുക. മെമ്പർ ടൈപ്പ് ഏത് മെമ്പർക്കാണ് ആഡ് ആവേണ്ടത്, 200 മെയിൻ മെമ്പർക്ക്. ഓക്കെ, രജിസ്റ്റർ എന്തായി, ആ എല്ലാ മെമ്പർക്കും എന്തായി 200 റുപ്പീസ് പ്രകാരം രജിസ്റ്റർ. ഒരു എക്സാമ്പിൾ ഒരു മെമ്പറിനെ ഓപ്പൺ ആക്കി നോക്കാം നമുക്ക്. ഇപ്പോൾ ഈ മെമ്പർക്ക് എത്ര ബാലൻസ് ഉണ്ട് നോക്കാം. ഇവിടെ ഇന്നത്തെ ഇവിടെ കയറിനല്ലേ, ഫസ്റ്റ് ഡേറ്റ് ഇതാണ്, ആ ഫീൻ്റെ പേര്, മന്ത്ലി ഫീൻ്റെ ഇത് ഫീ ഡേറ്റ് ഞാൻ സെലക്ട് ആക്കിയ ഡേറ്റ്. ബട്ട് ഇത് അപ്ഡേറ്റഡ് ഡേറ്റ് ഇപ്പോൾ ഞാൻ അപ്ഡേറ്റ് ആക്കിയതിനെ കൊണ്ട് ഇവിടെ 200 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് ആഡ് ആയി ആ മെമ്പർക്ക്. എല്ലാ മെമ്പർക്കും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ വേറെ മെമ്പറിനെ നോക്കിയാൽ ഈ മെമ്പറിന് നോക്കുക, 200 റുപ്പീസ് ആഡ് ആയിന് ഇവിടെ ഉണ്ട്. 200 ഇങ്ങനെ എല്ലാ മെമ്പർക്കും. അത് മെയിൻ മെമ്പർ ആരെല്ലാം ഉണ്ട് അവർക്കെല്ലാം 200 റുപ്പീസ് ഫീ ആഡ് ആയിന്. ഫീ കളക്ട് ആക്കിയതല്ല,
അവരെ അക്കൗണ്ടിലേക്ക് ഫീ ആഡാക്കിയത്. ഓക്കെ, ഇനിയിപ്പോൾ ഹാഫ് മെമ്പർക്ക് എങ്ങനെ ആഡാക്കും? ഇപ്പോൾ ആഡ് ഫീ ടു മെമ്പേഴ്സ് പോവുക, സെയിം ഒരു മെമ്പർ ടൈപ്പൊക്കെ ഞാൻ ആഡാക്കി. ഇനിയൊരു മെമ്പർ ടൈപ്പ് ഉണ്ടല്ലോ ഹാഫ് മെമ്പർ, അവർക്ക് പോയിട്ട് അതേ ഫീ നെയിം സെലക്ട് ആക്കുക, മന്ത്ലി ഫീ എന്താണെങ്കിൽ. എന്നിട്ട് ഇവിടെ 100 കൊടുത്തിട്ട് ഇന്നലത്തെ ഡേറ്റ്, അതെ ഫസ്റ്റ് ഡേറ്റ് ഇവിടെ വന്നിട്ട് ഹാഫ് മെമ്പർ സെലക്ട് ആക്കുക, രജിസ്റ്റർ. ഇപ്പോൾ നമ്മൾ ഹാഫ് മെമ്പർ ഏതെല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ പോയാൽ കാണുമല്ലേ, ഇവിടെ ഹാഫ് മെമ്പർ എല്ലാം ഉണ്ട്. ഇവർ രണ്ട് പേർക്ക് 100 റുപ്പീസ് ആഡ് ആയിട്ടുണ്ടാവും. എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുന്നുണ്ട്. എന്താ 100 റുപ്പീസ് ആഡ് ആയിട്ട് 100 ഇന്നലത്തെ ഡേറ്റ്, അപ്ഡേറ്റഡ് ഡേറ്റ്. ഇനിയൊരു മെമ്പറിൻ്റെ എന്താ 100 റുപ്പീസ് ആഡ് ആയിന്. ഓക്കെ, ഇത് ഫീ ആഡ് ആക്കൽ, മനസ്സിലായല്ലേ? ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ആഡ് ആക്കണം. ഇതിപ്പോൾ ബൾക്കായിട്ട് നമ്മൾ ആഡ് ആക്കി. ഇൻഡിവിജ്വലായിട്ട് ഒരു മെമ്പർക്ക് ആഡ് ആക്കണമെങ്കിൽ നമുക്കിവിടെ മെമ്പറിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ആക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾ വന്നിട്ട് അവരുടെ പേര് നമ്മളിവിടെ സെർച്ച് ആക്കും, ഓപ്പൺ ആക്കി സെർച്ച് കൊടുത്ത് ഇങ്ങനെ അവരെ പ്രൊഫൈൽ ഓപ്പൺ ആവല്ലേ. ഈ പ്രൊഫൈലിൽ നമുക്ക് അവർക്ക് ഇൻഡിവിജ്വലായിട്ട് ആഡ് ആക്കാനുള്ള ഓപ്ഷൻ, ആഡ് ഓൾഡ് ആർ ഇൻഡിവിജ്വൽ ഫീ. ഓൾഡ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ബാലൻസ് ഇത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആഡ് ആക്കുന്നത്. അത് എന്ത് ഫീ ആണെങ്കിലും എക്സ്ട്രാ ഇവർക്ക് മാത്രമുള്ള ഫീനെ, ഇല്ലെങ്കിൽ മന്ത്ലി ഫീ ആഡ് ആക്കണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് മന്ത്ലി ഫീ ആഡ് ആക്കണം, ഇത് കൊടുക്കുക. ഇത് രണ്ടും ഒരേ ഓപ്ഷനാണ് ഫീ ആഡ് ആക്കുന്നത്. ഇത് നമ്മൾ ഇൻഡിവിജ്വൽ എന്തെങ്കിലും എക്സ്ട്രാ ഫീ ഉണ്ടാവില്ല, ചിലപ്പോൾ ചില ജമാഅത്തിൽ നിക്കാഹിൻ്റെതാ അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ ആ മെമ്പർക്ക് മാത്രം എന്തെങ്കിലും ഫീ ആഡ് ആക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ആഡ് ആക്കുക. ഇത് അവരുടെ മന്ത്ലി ഫീ ഇവർക്ക് മാത്രം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ജമാഅത്ത് കണ്ടിന്യൂ റണ്ണായതുകൊണ്ട് അപ്പോൾ ഒരു ന്യൂ മെമ്പർ വന്നിട്ട് ആഡായി, അപ്പോൾ ബാക്കിയുള്ള മെമ്പർക്ക് എന്തായിട്ടുണ്ടാവും, ആൾറെഡി മന്ത്ലി ഫീ ബൾക്കായിട്ട് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ മെമ്പർക്ക് മാത്രം എന്തായിട്ടുണ്ടാവില്ല, ആഡ് ആയിട്ടുണ്ടാവില്ല. സോ അങ്ങനത്തെ കേസിൽ ഇവിടെ വന്നിട്ട് ആഡ് ഇൻഡിവിജ്വൽ മന്ത്ലി ഫീ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ആഡ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫീ ആഡ് ആക്കുന്നത് മെമ്പർക്ക്. എന്താ പറഞ്ഞാൽ ഫീ നമ്മൾ എല്ലാ ജമാഅത്തിൽ നമ്മൾ ഡേറ്റാബേസിലുള്ള എല്ലാവർക്കും ആഡ് ആക്കില്ല. എന്താ പറഞ്ഞാൽ പെർട്ടിക്കുലർ മെമ്പർ ടൈപ്പിന് മാത്രം ഫീ ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് സ്ത്രീകൾക്കെല്ലാം ചിലപ്പോൾ ഫീ ഉണ്ടാവില്ല. ചില നാട്ടിൽ ഫാമിലി ഹെഡിന് മാത്രം ഫീ ഉണ്ടാവുള്ളൂ. ചില നാട്ടിന് ഇപ്പോൾ ഇങ്ങനെ മെമ്പർ ടൈപ്പ് ഉണ്ട്, ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ മെമ്പർ ആക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ 18 ഇയേഴ്സ് ആയെങ്കിൽ ജോബ് ചെയ്യുന്നവർ ഇങ്ങനെ, അല്ലെങ്കിൽ മാരീഡ് ആയവർ, ഇങ്ങനത്തെ ഒരു ചില ഒരു ഇത് വെച്ചിട്ട് അവരെന്താക്കിയിട്ടുണ്ടാവും, മെമ്പർ ടൈപ്പ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടാവും. ഫീ പാക്ക് അവർക്ക് മാത്രമാണ് ഫീ ആഡ് ആവേണ്ടത്. അപ്പോൾ കുട്ടികൾക്കും സ്ത്രീകൾക്കെല്ലാം ഫീ ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ ഈ മെമ്പർ ടൈപ്പ് വേറെ ടൈപ്പ് ക്രിയേറ്റ് ആക്കുന്നത്. ആ ടൈപ്പിന് അത്ര ഫീ, ബാക്കി നെക്സ്റ്റ് ഇഞ്ഞൊരു ടൈപ്പിന് വേറൊരു ഫീ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേ ഫീ അല്ല, അതുകൊണ്ടാണ് മെമ്പർ ടൈപ്പ് ക്രിയേറ്റ് ആക്കിയിട്ട് ഫീ ആഡ് ആക്കുന്നത്. ഫീ ആഡ് ആക്കുന്നത് മനസ്സിലായല്ലേ? ആഡ് ഫീ ടു മെമ്പേഴ്സ് പോവുക, ഇവിടെ എന്താണ് ഫീ എന്ന് സെലക്ട് ചെയ്യുക, ഇവിടെ എമൗണ്ട് അടിക്കുക, ഇവിടെ ഏത് മെമ്പർക്കാണ് ആഡ് ആവേണ്ടത്, മെയിൻ മെമ്പർക്കോ ഹാഫ് മെമ്പർക്കോ. നാട്ടെ മെമ്പർക്ക് സാധാരണ ആഡ് ചെയ്യാറില്ല, അപ്പോൾ ഇതൊക്കെ രണ്ടുക്കും ആഡ് ആക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ റെഡിൽ കാണിക്കുന്നുണ്ട് നവംബറിൻ്റെ ആൾറെഡി ആഡ് ആക്കിന്, അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ആഡ് പറഞ്ഞിട്ട് നമ്മൾ അഥവാ കറൻറ്റ് മന്തിൻ്റെ ആഡ് ആക്കിനെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നുണ്ടാവും. ഓക്കെ, ആൾറെഡി ആഡ് ആക്കിന്. അപ്പോൾ ഓക്കെ.